മൊഡ്യൂൾ 4 പറയുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ഫാൻ ഓഫ് ഫ്ലോയും അഥവാ ഫാനോ പ്രോസസ്, പിന്നെ ഒരു ഐസോ തെർമൽ കൂടിയുണ്ട്. ഐസോ തെർമൽ കുറച്ചുള്ളൂ. ഫാൻ ഓഫ് ഫ്ലോ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ പറയാൻ പോകുന്നത് ഫാൻ ഓഫ് ഫ്ലോ ആയിരിക്കും. അപ്പോൾ എന്താണ് ഫാൻ ഓഫ് ഫ്ലോ, വാട്ട് ഈസ് ഫാൻ ഓഫ് ഫ്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഇതായിരിക്കും ചോദ്യമായിരിക്കും, വാട്ട് ഈസ് ഫാൻ ഓഫ് ഫ്ലോ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫാൻ ഓഫ് ഫ്ലോ, ഫാനോ പ്രോസസ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് പറയാനുള്ളത് ഫ്ലോ ഇൻ എ കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റാണ്. എവിടെയാണ് ഫ്ലോ ഇൻ എ കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വരയ്ക്കുക, ഒരു ഡക്റ്റ് വരയ്ക്കുന്നു, അതിൻ്റെ ഏരിയ കോൺസ്റ്റൻറ്റ്, അതായത് നോസിലിൻ്റെ ഷേപ്പ് ഒന്നല്ല വേണ്ടത്, കോൺസ്റ്റൻറ്റ് ഏരിയ, ഒരു പൈപ്പിൻ്റെ ഷേപ്പ്. അപ്പോൾ എ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ്. പിന്നെന്താണ്, വിത്ത് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ പൊതുവെ എന്താ പ്രോബ്ലത്തിലേക്ക് ഒരു ഫ്രിക്ഷൻ ഫാക്ടർ ഉണ്ടായിരിക്കും, 0.002 എന്ന് പറഞ്ഞിട്ടൊരു ഫ്രിക്ഷൻ ഫാക്ടർ തരും. അതൊക്കെ ഡെറിവേഷനിൽ നമുക്ക് പറയാം. അപ്പോൾ ഫ്ലോയിൻ്റെ കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ് വിത്ത് ഫ്രിക്ഷൻ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ കൂടുതൽ തന്നെ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഹീറ്റ് നമ്മൾ കൊടുക്കാൻ പാടില്ല, പുറത്തുനിന്ന് ഹീറ്റ് കൊടുക്കാൻ പാടില്ല. ഇൻ ദി ആബ്സെൻസ് ഓഫ്, അതുപോലെ വർക്കും കൊടുക്കാൻ പാടില്ല. ഇൻ ദി ആബ്സെൻസ് ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. Flow in a constant area duct with friction in the absence of work and heat transfer is known as the fan of flow. ഇനി ഇതിൽ പറയാവുന്ന വേറെ കാര്യം എന്താണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഫ്ലോ പാരാമീറ്റേഴ്സ്, ഡെൻസിറ്റി, വെലോസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, പ്രഷർ, ടെമ്പറേച്ചർ. അപ്പോൾ ഫ്ലോ പാരാമീറ്റേഴ്സിന് എന്ത് സംഭവിക്കും, അത് വാരി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, വാരി ചെയ്യും. ഇവിടെയുള്ള വാല്യൂ ആയിരിക്കില്ല ഇവിടെയുള്ള വാല്യൂ. ഇവിടെയുള്ള വാല്യൂ ρ1 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ ρ2 വ്യത്യാസം ഉണ്ടായിരിക്കും. T1 ആണെങ്കിൽ T2. അത് മാറുന്നത് എന്തുകൊണ്ടാണ്, ഏരിയ മാറുന്നതുകൊണ്ടൊന്നുമല്ല, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ ഫ്ലോ പാരാമീറ്റേഴ്സ് വാരി ചീഫ്ലി എന്തുകൊണ്ട്, ഡ്യൂ ടു ഫ്രിക്ഷൻ. പിന്നെ എക്സാമ്പിൾസ് എന്താ പറയണ്ടേ, മൂന്നാമത്തെ കാര്യം പോയിന്റ് എക്സാമ്പിൾസ് ബാർ ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ അഥവാ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുക, ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോ പ്രോസസ്സസ് ഒക്കറിങ് ഇൻ ഗ്യാസ് ഡക്റ്റ്, ഗ്യാസ് പോകുന്ന ഡക്റ്റ് അല്ലെങ്കിൽ ഗ്യാസ് ഡക്ട്സ്. എവിടുത്തെ, ഓഫ് എയർക്രാഫ്റ്റ് എൻജിനിലെ എയർ പോകുന്ന ഡക്റ്റിൽ ഇതാണ് സംഭവം. പിന്നെ ഡക്ട്സ് ഓഫ്, പിന്നെ എവിടെയാണ്, എയർക്രാഫ്റ്റ് എൻജിൻ മാത്രമല്ല, എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ചെറിയ ഡക്റ്റാണത്. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും, ഇവിടെയും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, മെനി ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിൽ ഈ പറയുന്ന എന്താണ്, ചെറിയ ഡക്റ്റുകൾ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ലെങ്ത്തിനെ പറ്റിയും പറയുന്നുണ്ട്, അത് പറയാം. പിന്നെ വേറെ എക്സാമ്പിൾ സ്റ്റീം പൈപ്പ്ലൈൻസ് എവിടെയുള്ളത്, പവർ പ്ലാന്റിലുള്ളത്. ഇൻ പവർ പ്ലാന്റ്സ് ആൻഡ് അതർ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, പവർ പ്ലാന്റ്. പല വാക്കുകളിൽ വരുന്നതാണ്, നമുക്ക് ചുരുക്കി വേണമെങ്കിൽ ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. എന്നാലും സ്റ്റീം പൈപ്പ്ലൈൻസ് എന്നുള്ളത് എടുത്ത് എഴുതണം, നന്നായിരിക്കും. ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ സ്റ്റീം പൈപ്പ് ലൈനും ഇൻ പവർ പ്ലാന്റും, പിന്നെ അതിൻ്റെ അതർ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസും. അവിടേക്ക് എങ്ങനെ വരുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്, ആർ വെൽ ഇൻസുലേറ്റഡ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ആബ്സെൻസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞില്ലേ. ഹീറ്റ് ട്രാൻസ്ഫർ ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസുലേറ്റഡ് ആർ വെൽ ഇൻസുലേറ്റഡ് ടു മിനിമൈസ്
ഹീറ്റ് ലോസസ്. അതുകൊണ്ട് തന്നെ therefore the flow through them can be assumed. എന്തായിട്ട് അസ്യൂം ചെയ്യാം? ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് ഇൻസുലേറ്റ് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അപ്പോൾ അസ്യൂംഡ് അഡിയാബാറ്റിക്. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക്. പിന്നെ ഇഫക്റ്റ് ഓഫ് വാൾ ഫ്രിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് പ്രധാന ഘടകം. ഇഫക്റ്റ് ഓഫ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റീസ് വാരി ചീഫ്ലി ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇഫക്റ്റ് ഓഫ് വാൾ ഫ്രിക്ഷൻ ഓൺ ദി ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഈസ് എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സിഗ്നിഫിക്കൻ്റ് എവിടെ? ഇൻ ലോങ് പൈപ്പ് ലൈൻസ് ആൻഡ് ഡക്ട്സ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞതിൽ നമുക്ക് പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റിലായിരിക്കും വിത്ത് ഫ്രിക്ഷൻ. അത് ചുരുക്കി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് വർക്ക് ഹീറ്റ് ട്രാൻസ്ഫർ. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ഡക്റ്റ് ഫ്രിക്ഷൻ, ആബ്സെൻസ് ഓഫ് വർക്ക് ഹീറ്റ് ട്രാൻസ്ഫർ. ഇനി ഫ്ലോ പാരാമീറ്റേഴ്സ് വെരി ചീഫ്ലി ഡ്യൂ ടു ഫ്രിക്ഷൻ. അത് ഇതിൽ തന്നെ വരുന്ന ഒരു ഇതാണ്, എടുത്ത് പറയാണ് എന്തുകൊണ്ടാണ് മാറുന്നത്. ഫ്ലോ പാരാമീറ്റേഴ്സിൻ്റെ പറ്റി പറയുകയാണ് നമ്മൾ, അങ്ങനെ വേരി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കൊണ്ടാണെന്ന് പറയുകയാണ്. പിന്നെ എക്സാമ്പിൾ എവിടേക്കാണ്? എയർക്രാഫ്റ്റ് എഞ്ചിനിലെ ഗ്യാസ് ഡക്റ്റ്, മാത്രമല്ല എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ ഗ്യാസ് ഡക്റ്റ്. ഇതുപോലെ തന്നെ അനവധി ഇൻഡസ്ട്രിയൽ പ്ലാന്റിലെ ഗ്യാസ് ഡക്റ്റുകളിൽ. പിന്നെന്താണ്? സ്റ്റീം പൈപ്പ് ലൈനിനെ പറ്റി പറയുന്നുണ്ട്. പവർ പ്ലാന്റിലുള്ള സ്റ്റീം പൈപ്പ് ലൈനൊക്കെ എന്താണ്? ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് എന്താണ്? അതിലൂടെ എന്താണ്? ഫ്ലോ ത്രൂ ദം ക്യാൻ ബി അഡയമാറ്റിക് ആയിരിക്കും. ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് അഡയമാറ്റിക് ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ പുറത്തേക്ക് ഉണ്ടാവില്ല, ഉള്ളിലേക്ക് ഉണ്ടാവില്ല പൈപ്പിലേക്ക്. അപ്പോൾ അവിടെ എന്താണ്? വാൾ ഫ്രിക്ഷൻ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അവിടെ മാത്രമല്ല പൈപ്പ് ലൈൻ, ലോങ് പൈപ്പ് ലൈനിലും. അപ്പോൾ സ്റ്റീം പൈപ്പ് ലൈൻ, അതുകൂടാതെ ലോങ് ആയിട്ടുള്ള ലോങ് പൈപ്പ് ലൈൻ ഡക്ട്സിൽ എല്ലായിടത്തും വാൾ ഫ്രിക്ഷൻ എഫക്റ്റ് കൂടുതലായിരിക്കും. ഓരോ ലെങ്ത്ത് കൂടുന്തോറും എന്താണ്? ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. ഷോർട്ട് ലെങ്ത്തിൽ ഫ്രിക്ഷൻ്റെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കുറവായിരിക്കുമല്ലോ. ലോങ് ആയിരിക്കുമ്പോൾ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യണം നമ്മൾ. ഇതാണ് ഫാനോൺ ഫ്ലോനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്.